വെൽക്കം ടു നാച്ചേഴ്സ് കെമിസ്ട്രി. ഇന്ന് കർണാടകയിലെ നാഗർഹോളെ കൽഹട്ടി ചെക്ക് പോസ്റ്റിൽ നിന്നും ഏതാണ്ട് 18 കിലോമീറ്ററോളം സഞ്ചരിച്ചാലെത്തുന്ന താരക എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകൾ. അതിനുശേഷം അവിടെ നിന്ന് ബാവലി റൂട്ടിൽ ഏതാണ്ട് 8 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അന്തരസന്ധ ഗേറ്റിന് ശേഷം അവിടെയുള്ള ഒരു ഗ്രാമമുണ്ട്, സോഗഹള്ളി. കബനി ബാക്ക് വാട്ടേഴ്സിനോട് ചേർന്ന് കിടക്കുന്ന സോഗഹള്ളി ഗ്രാമത്തിലെ കാഴ്ചകൾ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാഗർഹോളെ കൽഹട്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ബാവലി റൂട്ടിട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കർണാടകത്തിൻ്റെ ഉൾഗ്രാമത്തിലൂടെ യാത്ര ചെയ്യാം. അങ്ങനെ ഒരു യാത്രയിൽ അപ്രതീക്ഷിതമായിട്ടാണ് താരക ഡാമിനോട് ചേർന്നിട്ടുള്ള ഹിരഹള്ളി ഗ്രാമത്തിലെ മനോഹരമായ ഈ സ്ഥലത്ത് എത്തിച്ചേർന്നത്. എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം. കുടുംബത്തോടൊപ്പം ഒരുപാട് സമയം ഒരു ശല്യവുമില്ലാതെ ഇവിടെ നമുക്ക് ചെലവഴിക്കാൻ കഴിയും. ഈ ജലാശയത്തിൻ്റെ മറുകരയിൽ അങ്ങകലെ നാഗർഹോള വനത്തിൻ്റെ പച്ചപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ വൈകുന്നേരങ്ങളിൽ വന്യജീവികളുടെ സാന്നിധ്യം പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കുമൊക്കെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുമായിരിക്കും. ഇത് താരകയിൽ നിന്നും 2-3 കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോഴുള്ള കുറച്ച് കടകളുള്ള ചെറിയൊരു അങ്ങാടിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോഴും ഞാൻ ഇതേ സ്ഥലത്ത് ഈ താജ് ഹോട്ടൽ കയറിയിരുന്നു. ഇവിടെ നമുക്ക് ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന സിലോപ്പിയ പോലെയുള്ള വളരെ ഫ്രഷായ മീൻ നല്ല രുചികരമായ മസാലക്കൂട്ടുകളോടുകൂടി ചൂടോടുകൂടി പ്രിപ്പയർ ചെയ്ത് കിട്ടും. പൊതുവെ മീനുകളോട് വളരെ താല്പര്യമുള്ള ഞാൻ ഇപ്രാവശ്യവും ഈ അവസരം ഒഴിവാക്കിയില്ല. ഞങ്ങളെല്ലാവരും ആവശ്യത്തിന് മീൻ വാങ്ങി കഴിച്ചു. 70-75 രൂപ മാത്രമേ ഒരു മീൻ അവർ ഈടാക്കുന്നുള്ളൂ. നല്ല മസാലയാണ്, അത്യാവശ്യം നല്ല എരിയൊക്കെ ഉണ്ട്, വേറെ തരം ഫ്ലേവർ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ്, നല്ല എരിവുണ്ട്. എന്നാലും കഴിക്കും. മീൻ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. എത്ര കിട്ടിക്കഴിഞ്ഞാലും കഴിക്കും. അത് ഫ്രഷ് മീനാണെങ്കിൽ പറയും വേണ്ട. അങ്ങനെ ആവശ്യത്തിന് മീനൊക്കെ ആസ്വദിച്ച് കഴിച്ച് അല്പസമയം കഴിഞ്ഞ് ബാവലി റൂട്ടിലേക്ക് കാറിൽ തിരിച്ചു. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ കബനി ബാക്ക് വാട്ടേഴ്സിനോട് ചേർന്ന് സൊഗഹള്ളി എന്ന ഗ്രാമത്തിൻ്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടത്. എന്നാൽ അതൊന്ന് കാണാം എന്ന തീരുമാനത്തോടു കൂടി അങ്ങോട്ടുള്ള റോഡിലേക്ക് കയറിയപ്പോൾ കബനി ലേക്ക് വ്യൂ റിസോർട്ട് എന്ന് പറയുന്നൊരു ബോർഡ് കണ്ടു. ആ ബോർഡിൻ്റെ ഡയറക്ഷനിൽ അങ്ങനെ പോയപ്പോഴാണ് ഈ കാണുന്ന മനോഹരമായ സ്ഥലത്ത് എത്തപ്പെട്ടത്. നീണ്ട് ഒരുപാട് ദൂരത്തോളം, നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന ഒരു പുൽമേട് പോലൊരു സ്ഥലം. അതിൻ്റെ അറ്റത്തായി കബനിയുടെ ജലാശയവും. പുറത്തുനിന്നും ഞങ്ങളെ അല്ലാതെ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആ പ്രദേശവാസികളായ ചിലർ അവരുടെ കാലികളെയും ആടുകളെയും ഒക്കെ മേയ്ക്കാൻ അവിടെ കാണുന്നുണ്ടായിരുന്നു. ഈ ഭാഗത്ത് അടുത്തിടെ ട്രെൻഡിങ് ആയ ഒരു സ്ഥലമുണ്ട്, ഗുണ്ടത്തൂർ. ആ ഗുണ്ടത്തൂരിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് 13 കിലോമീറ്ററാണ്. ഈ കാണുന്ന തീരങ്ങളിലൂടെ കാറോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താം. പക്ഷേ അതിനിടയിൽ പ്രശസ്തമായ 2 റിസോർട്ടുകളുണ്ട്, സെറായും അതുപോലെ തന്നെ ജംഗിൾ ലോഡ്ജും. അതുള്ളത് കൊണ്ട് ആ വഴിയിലൊരു ബ്രേക്കാണ്. അതുകൊണ്ട് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി തിരിഞ്ഞ് ഒന്ന് പോകണം. പക്ഷേ ഇതില്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഗുണ്ടത്തൂർ എത്താൻ പറ്റുമായിരുന്നു. ഞങ്ങൾ ഈ തീരത്തിലൂടെ ഒരുപാട് ദൂരം കാറോടിച്ച് ആ ഭാഗങ്ങളെല്ലാം കറങ്ങി കണ്ടു. ഈ സുന്ദര തീരത്ത് ഫോട്ടോഷൂട്ടുമൊക്കെയായി ഒരുപാട് നേരം ചെലവഴിച്ച ശേഷം സന്ധ്യയോടുകൂടി ബാവലി വഴി ഞങ്ങൾ വയനാട്ടിലേക്ക് മടങ്ങി.